ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. PSC പരീക്ഷകളിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ച 5 ചോദ്യങ്ങൾ വിശകലനം ചെയ്താണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇനി വരുന്ന PSC എക്സാമുകളിൽ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതെല്ലാം നന്നായിട്ട് പഠിക്കുക. ഓക്കെ. സെലനോഗ്രാഫി എന്നാൽ ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം. സെലനോഗ്രാഫി എന്നാൽ ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം. ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആകാശഗോളമാണ് ചന്ദ്രൻ. ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആകാശഗോളമാണ് ചന്ദ്രൻ. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ ആവശ്യമായ സമയം 1.3 സെക്കൻഡ്. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ ആവശ്യമായ സമയം 1.3 സെക്കൻഡ്. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ്. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ്. പ്രകാശത്തിൻ്റെ വേഗത 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. പ്രകാശത്തിൻ്റെ വേഗത 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ 500 സെക്കൻഡ്. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ 500 സെക്കൻഡ്. പ്രകാശം അനുപ്രസ്ഥ തരംഗത്തിന് ട്രാൻസ്വേഴ്സ് വേവിന് ഉദാഹരണമാണ്. പ്രകാശം അനുപ്രസ്ഥ തരംഗത്തിന് ട്രാൻസ്വേഴ്സ് വേവിന് ഉദാഹരണമാണ്. പ്രപഞ്ച ഉൽപ്പത്തിയെക്കുറിച്ചുള്ള പഠനം കോസ്മോഗണി. പ്രപഞ്ചോൽപ്പത്തിയെക്കുറിച്ചുള്ള പഠനം കോസ്മോഗണി. ആകാശവസ്തുക്കളെക്കുറിച്ചുള്ള പഠനം അസ്ട്രോണമി. ആകാശവസ്തുക്കളെക്കുറിച്ചുള്ള പഠനം അസ്ട്രോണമി. സൂര്യനെക്കുറിച്ചുള്ള പഠനം ഹീലിയോളജി. സൂര്യനെക്കുറിച്ചുള്ള പഠനം ഹീലിയോളജി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. മെക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. മെക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. യഥാർത്ഥ പേര് അബ്ദുൽ കലാം മൊഹിയുദ്ദീൻ അഹമ്മദ്. യഥാർത്ഥ പേര് അബ്ദുൽ കലാം മൊഹിയുദ്ദീൻ അഹമ്മദ്. നെഹ്റു മന്ത്രിസഭയിൽ വിദ്യാഭ്യാസം, ശാസ്ത്ര ഗവേഷണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. നെഹ്റു മന്ത്രിസഭയിൽ വിദ്യാഭ്യാസം, ശാസ്ത്ര ഗവേഷണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ആസാദിൻ്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. ആസാദിൻ്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. അൽ ഹിലാൽ, അൽ ബലാഗ് എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ഇദ്ദേഹമാണ്. അൽ ഹിലാൽ, അൽ ബലാഗ് എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ഇദ്ദേഹമാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ കേന്ദ്രമന്ത്രിസഭ 1947 ആഗസ്റ്റ് 15 ചുമതലയേറ്റു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രിയായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രിയായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു ജോൺ മത്തായി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു ജോൺ മത്തായി. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക് എന്നിങ്ങനെ റിസർവ് ബാങ്ക് അറിയപ്പെടുന്നു. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക് എന്നിങ്ങനെ റിസർവ് ബാങ്ക് അറിയപ്പെടുന്നു. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സായതിനെ തുടർന്ന് 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് നിലവിൽ വന്നു.
1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സായതിനെ തുടർന്ന് 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് നിലവിൽ വന്നു. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയിലെ നരിമാൻ പോയിന്റ്. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം നരിമാൻ പോയിന്റ്. റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് 1949 ജാനുവരി 1. റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് 1949 ജാനുവരി 1. റിസർവ് ബാങ്ക് രൂപീകരിക്കാൻ കാരണമായ കമ്മീഷൻ ഹിൽട്ടൺ യങ് കമ്മീഷൻ 1926. റിസർവ് ബാങ്ക് രൂപീകരിക്കാൻ കാരണമായ കമ്മീഷൻ ഹിൽട്ടൺ യങ് കമ്മീഷൻ. IMFൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്കാണ്. IMFൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്കാണ്. 1 രൂപ ഒഴികെയുള്ള കറൻസി നോട്ടുകളിൽ ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ്. 1 രൂപ ഒഴികെയുള്ള കറൻസി നോട്ടുകളിൽ ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI. കൃഷി, ഗ്രാമവികസനം എന്നിവയ്ക്കായി 1982 സ്ഥാപിതമായ ബാങ്കാണ് നബാർഡ്. കൃഷി, ഗ്രാമവികസനം എന്നിവയ്ക്കായി 1982 സ്ഥാപിതമായ ബാങ്കാണ് നബാർഡ്. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെ ഇരുസഭകളിലെയും അംഗങ്ങൾ. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെ ഇരുസഭകളിലെയും അംഗങ്ങൾ. ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ 66. ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ 66. ലോകസഭയിലെയും രാജ്യസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ വോട്ട് ചെയ്താണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. ലോകസഭയിലെയും രാജ്യസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ വോട്ട് ചെയ്താണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. രാജ്യസഭയിൽ അധ്യക്ഷത വഹിക്കുക, രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ വഹിക്കുക എന്നീ കടമകൾ ഉപരാഷ്ട്രപതിയുടേതാണ്. രാജ്യസഭയിൽ അധ്യക്ഷത വഹിക്കുക, രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ വഹിക്കുക എന്നീ കടമകൾ ഉപരാഷ്ട്രപതിയുടേതാണ്. ഉപരാഷ്ട്രപതിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായം 35 വയസ്സ്. ഉപരാഷ്ട്രപതിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായം 35 വയസ്സ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയാണ് ഡോക്ടർ S രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയാണ് ഡോക്ടർ S രാധാകൃഷ്ണൻ. ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതിയായ വ്യക്തിയാണ് ഡോക്ടർ S രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതിയായ ഏക മലയാളിയാണ് KR നാരായണൻ. ഉപരാഷ്ട്രപതിയായ ഏക മലയാളിയാണ് KR നാരായണൻ. പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതിലെ 2 പോയിന്റ്സ് പ്രധാനപ്പെട്ടതാണ്. അതായത് ഈ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതും ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതും ഇത് മിക്ക പരീക്ഷകളിലും ഇപ്പം ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊന്നുകൂടി ഒന്ന് പറയുവാണ്. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെ ഇരുസഭകളിലെയും അംഗങ്ങൾ. ലോകസഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ വോട്ട് ചെയ്താണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് ഓർത്തു വെച്ചോണം. ഓക്കെ. കണ്ണൂരിലെ സെയിൻറ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ച വിദേശ ശക്തി ഏത്? പോർച്ചുഗീസ്. കണ്ണൂരിലെ സെയിൻറ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ച വിദേശ ശക്തി ഏത്? പോർച്ചുഗീസ്. കണ്ണൂർ കോട്ട എന്നും അറിയപ്പെടുന്ന കോട്ടയാണ് സെൻറ് ആഞ്ചലോസ് കോട്ട. സെൻറ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ് ഡി ആൽമേഡ. സെൻറ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ച പോർച്ചുഗീസ്
വൈസ്രോയിയാണ് ഫ്രാൻസിസ് ഡി ആൽമേഡ. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കോട്ട. ബേക്കൽ കോട്ട പണിതത് ശിവപ്പ നായ്ക്കർ. ബേക്കൽ കോട്ട പണിതത് ശിവപ്പ നായ്ക്കർ. പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. പാലക്കാട് കോട്ട നിർമ്മിച്ചത് ഹൈദരാലി. പാലക്കാട് കോട്ട നിർമ്മിച്ചത് ഹൈദരാലി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിർമ്മിച്ച അഞ്ചുതെങ്ങ് കോട്ട തിരുവനന്തപുരം ജില്ലയിലാണ്. പോർച്ചുഗീസുകാർ കോഴിക്കോട് നിർമ്മിച്ച പ്രസിദ്ധമായ കോട്ടയാണ് ചാലിയം കോട്ട. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ചാലിയം കോട്ട. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ചാലിയം കോട്ട. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്